Welcome to International Business. We are discussing about trade theories. In this class, we are going to discuss about a new theory, factor endowment theory. Factor endowment theory or Heckscher-Ohlin theory. It is a theory developed by Heckscher and Ohlin in 1973. So this theory was developed against the concepts of the earlier Ricardian theory. Ricardo in his theory stressed that comparative advantage arises from differences in productivity. So differences in productivity creates comparative advantage. അപ്പോൾ ആ തിയറിയിൽ അദ്ദേഹം പറഞ്ഞിരുന്നത് the difference in labor productivity between nations underlie the notion of comparative advantage. അപ്പോൾ അവരുടെ ലേബർ പ്രൊഡക്ടിവിറ്റിയിലുള്ള എഫിഷ്യൻസി, അതിലുള്ള മികവാണ് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജിലേക്ക് നയിക്കുക. സോ റിക്കാർഡിയൻ തിയറിയിൽ ദ മെയിൻ ഫോക്കസ് ഈസ് ഗിവൺ ടു ലേബർ പ്രൊഡക്ടിവിറ്റി. ദ എഫിഷ്യൻസി ഇൻ ദ ലേബർ പ്രൊഡക്ടിവിറ്റി ക്രിയേറ്റ്സ് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ്. എന്നാൽ ഹെക്ഷർ ആൻഡ് ഓയിലിൻ അവർ നേരത്തെ പറഞ്ഞ ഈ കമ്പാരിറ്റീവ് തിയറിക്ക് ഒരു പുതിയ എക്സ്പ്ലനേഷൻ, ദേ ഗിവ് എ ന്യൂ ഡെഫിനിഷൻ, ന്യൂ ആംഗിൾ ടു ദ തിയറി ഓഫ് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ്. സോ ദിസ് തിയറി, ദിസ് ഫാക്ടർ endowment theory, they argue that comparative advantage arises from differences in national factor endowments. So it is based on the national factor endowments like national resources like land, labor and capital. So the different nations will have their own factor endowments. അപ്പോൾ നമുക്കറിയാം ഇന്ത്യയുടെ പ്രത്യേകത ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ. അമേരിക്കയുടെ പ്രത്യേകത അല്ലെങ്കിൽ ബ്രിട്ടൻ്റെ പ്രത്യേകത. സോ ദ റിസോഴ്സസ് ലൈക്ക് ലാൻഡ്, ലേബർ ആൻഡ് ക്യാപിറ്റൽ വിൽ be the factor which decide the advantage. When nations have varying factor endowments, the different factor endowments explain differences in factor cost. ഇപ്പോൾ ലേബർ കോസ്റ്റ്, ഫോർ എക്സാമ്പിൾ ചൈനയിൽ ലേബർ കോസ്റ്റ് വളരെ കുറവാണ്, അമേരിക്കയിൽ ലേബർ കോസ്റ്റ് വളരെ കൂടുതലാണ്. അപ്പം ആ ഫാക്ടർ എൻഡോമെൻറ്റ്സ് അതിൻ്റെ ഫാക്ടറിൻ്റെ അതിൻ്റെ കപ്പാസിറ്റി ഇറ്റ് വിൽ ഇൻഫ്ലുവൻസ് ദ കോസ്റ്റ്. മോർ എബണ്ടൻറ്റ് ദ ഫാക്ടർ ലോവർ ഇറ്റ്സ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ലേബർ കോസ്റ്റ് ചൈനയിൽ വളരെ കുറവാണ്, അമേരിക്കയിൽ വളരെ കൂടുതലാണ്. എന്താ കാരണം? ലേബർ ചൈനയിൽ എബണ്ടൻ്റ് ആണ്, സോ ദ കോസ്റ്റ് വിൽ ബി ലോ. അപ്പം ഈ തിയറിയിൽ പറയുന്നത് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജിൽ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് ഇവിടെ ഈ തിയറിയിൽ ഫാക്ടർ എൻഡോമെൻറ്റ് തിയറിയിൽ പറയുന്നത് ആ രാജ്യത്തിൻ്റെ റിസോഴ്സസ് എന്തൊക്കെയാണ്, ലാൻഡ്, ലേബർ ആൻഡ് ക്യാപിറ്റൽ, അത് ആണ് ആ രാജ്യത്തിൻ്റെ അഡ്വാൻറ്റേജിനെ തീരുമാനിക്കുന്നത്. മോർ അബണ്ടൻറ്റ് ദ ഫാക്ടർ ദ ലോവർ ഇറ്റ്സ് കോസ്റ്റ്. അപ്പോൾ ഈ തിയറിയിൽ പറയുന്നത് ദ കൺട്രീസ് വിൽ എക്സ്പോർട്ട് ദോസ് ഗുഡ്സ് ദാറ്റ് മേക്ക് ഇൻറ്റൻസീവ് യൂസ് ഓഫ് ഫാക്ടർ ദാറ്റ് ആർ ലോക്കലി അബണ്ടൻറ്റ്. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ എക്സ്പോർട്ട് തീരുമാനിക്കുന്നത് അവരുടെ എൻഡോമെൻറ്റ്സ്, അവർക്ക് ഏറ്റവും എബണ്ടൻ്റ് ആയിട്ട് ഏറ്റവും കൂടുതലായിട്ടുള്ള റിസോഴ്സസ് എന്താണോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും അവർ എക്സ്പോർട്ട് ചെയ്യുക. ദേ വിൽ ഫോക്കസ് ഓൺ എക്സ്പോർട്ടിങ് ഏരിയാസ് വേർ ദീസ് ഫാക്ടേഴ്സ് ആർ മോർ ഡോമിനൻ്റ് ഇൻ ദിയർ കൺട്രി. ആ രാജ്യത്ത് അവിടെ ഏറ്റവും ഡോമിനൻ്റ് ആയത് അതാണ് അവർ ചെയ്യുന്നത്. വൈൽ ഇമ്പോർട്ടിങ് ഗുഡ്സ് ദാറ്റ് മേക്ക് ഇൻറ്റൻസീവ് യൂസ് ഓഫ് ഫാക്ടർ ദാറ്റ് ആർ ലോക്കലി സ്കേഴ്സ്. അവർക്ക് ലോക്കലി സ്കേഴ്സ് ആയിട്ടുള്ള സാധനം അവരെന്ത് ചെയ്യുന്നു, ഇമ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ഒരു രാജ്യം ആ രാജ്യത്ത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ലാൻഡ്, ലേബർ ആൻഡ് ക്യാപിറ്റലിൽ എബണ്ടൻ്റ് ആയ ഏരിയയിൽ എക്സ്പോർട്ട് ചെയ്യുകയും സ്കെയേഴ്സ് ആയ ഏരിയയിൽ അവരെന്ത് ചെയ്യുകയും ചെയ്യുന്നു, ഇമ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ദേ എക്സ്പോർട്ട് ദോസ് ഗുഡ്സ് ദാറ്റ് മേക്ക് ഇൻറ്റൻസീവ് യൂസ് ഓഫ് ഫാക്ടേഴ്സ് ദാറ്റ് ആർ ലോക്കലി അബണ്ടൻറ്റ്, ലോക്കലി അവൈലബിൾ ഇൻ ലാർജ് ക്വാണ്ടിറ്റി, വൈൽ ഇമ്പോർട്ടിംഗ് ഗുഡ്സ് ദാറ്റ് മേക്ക് ഇൻറ്റൻസീവ് യൂസ് ഓഫ് ഫാക്ടേഴ്സ് വിച്ച് ആർ ലോക്കലി സ്കേഴ്സ്. But this theory is supporting the concept that free trade is beneficial. അപ്പോൾ ഇവിടെ
എന്താണ് നമ്മളിതിൻ്റെ ഒരു സമ്മറി നോക്കുകയാണെങ്കിൽ ദ പാറ്റേൺ ഓഫ് ഇൻ്റർനാഷണൽ ട്രേഡ് ഈസ് ഡിറ്റർമിൻഡ് ബൈ ഡിഫറൻസസ് ഇൻ ഫാക്ടർ എൻഡോമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഫാക്ടർ എൻഡോമെൻറ്റ്സിൻ്റെ ആ ഒരു പ്രാധാന്യമാണ് എക്സ്പോർട്ടിനെ ഇൻ്റർനാഷണൽ ട്രേഡിനെ സ്വാധീനിക്കുന്നത്. ദ കൺട്രി വിത്ത് ക്യാപിറ്റൽ അബണ്ടൻസി വിൽ എക്സ്പോർട്ട് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ഗുഡ്സ് ആൻഡ് ലേബർ അബണ്ടൻറ്റ് കൺട്രീസ് വിൽ എക്സ്പോർട്ട് ലേബർ ഇൻറ്റൻസീവ് ഗുഡ്സ്. ഫോർ എക്സാമ്പിൾ ക്യാപിറ്റൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള സെക്ടർ they will export capital intensive goods. Labor abundant countries will export labor intensive products. Okay. Capital industry intensive country is one that is well endowed with capital in comparison with other countries. For example, America. So the capital is available more in America compared to other countries. But they have more capital compared to other countries. A labor abundant country has the propensity to produce labor intensive goods. They are focused on labor oriented areas. Well, when trade takes place, profit seeking firms will move their goods to other markets which temporarily result in higher price. അപ്പോൾ നമുക്കറിയാം ഒരു രാജ്യത്ത് പ്രൊഡക്ഷനുള്ള കോസ്റ്റ് കുറവാണ്, മറ്റൊരു രാജ്യത്ത് അതിന് വില കൂടുതലുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്താണ് they will move for markets where the goods are having higher price. ഹയർ പ്രൈസ് കിട്ടുന്നിടത്തേക്ക് അവരെന്ത് ചെയ്യും, മൂവ് ചെയ്യും. അപ്പോൾ ഒരു ക്യാപിറ്റൽ എൻഡോമെൻറ്റ് അബണ്ടൻറ്റ് കൺട്രി will export the capital intensive goods since the price will be temporarily higher in the other country. അപ്പോൾ മറ്റു രാജ്യത്ത് വില കൂടുതൽ കിട്ടുമെങ്കിൽ they will transfer the goods from this country to other country for better price. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. ദ കൺസെപ്റ്റ് ഈസ് ഒരു രാജ്യം ആ രാജ്യത്ത് അവർക്ക് ഏത് ഫാക്ടറാണോ അവർക്ക് മോർ പവർഫുൾ അവർ ആ ഏരിയ ആയിരിക്കും ഫോക്കസ് ചെയ്യും. ദെൻ ദേ വിൽ സെൽ ദ പ്രോഡക്ട്സ് ഇൻ അനദർ കൺട്രീസ് വേർ ദേ ഹാവ് ഹയർ പ്രൈസ്. ഇപ്പോൾ ലേബർ അബണ്ടൻറ്റ് കൺട്രി വിൽ എക്സ്പോർട്ട് ദ ലേബർ ഇൻറ്റൻസീവ് ഗുഡ്സ്. ക്യാപിറ്റൽ അബണ്ടൻറ്റ് കൺട്രീസ് വിൽ ഫോക്കസ് ഓൺ ദിസ് ഏരിയ. അപ്പോൾ ട്രേഡ് ഫ്ലോസ് വിൽ റൈസ് അൺടിൽ ദ പ്രൈസസ് ഓഫ് ബോത്ത് ഗുഡ്സ് ആർ ഈക്വലൈസ്ഡ് ഇൻ മാർക്കറ്റ്സ്. അപ്പോൾ ഈ രണ്ട് മാർക്കറ്റിൽ ഒരേ വിലയാണെങ്കിൽ ദർ വിൽ ബി നോ ഇൻ്റർനാഷണൽ ട്രേഡ്. ഇഫ് ദ പ്രൈസ് ഓഫ് particular product is high in one country, the goods will be exported to that country. It will be low. എന്താണ് അതങ്ങനെ സംഭവിക്കില്ല. അപ്പം എന്താണ് പ്രൈസസ് ഒരു ഈക്വൽ ലെവലിൽ എത്തുന്നത് വരെ എന്തുണ്ടാവും, ഇൻ്റർനാഷണൽ ട്രേഡ് ഉണ്ടാവും. നമ്മളിതിൻ്റെ ഒരു ലാസ്റ്റ് പോർഷനിലേക്ക് പോവുകയാണെങ്കിൽ ദ ഫാക്ടർ എൻഡോമെൻറ്റ് തിയറി ഈസ് നോട്ട് വാലിഡേറ്റഡ് ബൈ എംപിരിക്കൽ റിസർച്ച്. അപ്പോൾ നമ്മൾ പിന്നീട് നടന്ന പല റിസർച്ചിലും ഈ ഫാക്ടർ എൻഡോമെൻറ്റ് തിയറി അതിനെ അക്സെപ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ ഫാക്ടർ എൻഡോമെൻറ്റ് തിയറി ഈസ് എ തിയറി വിച്ച് ഈസ് നോട്ട് സപ്പോർട്ടഡ് ബൈ വേരിയസ് സ്റ്റഡീസ്. അപ്പം ഈ തിയറിയിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു അസംഷൻ എന്ന് പറയുന്നത് ടെക്നോളജീസ് ആർ സെയിം അക്രോസ് ദ ഹോൾ കൺട്രീസ്. ഈ തിയറിയിൽ പറയുന്നത് ടെക്നോളജീസ് എല്ലാ രാജ്യത്തും ഒരേപോലെ ആണെങ്കിൽ മാത്രമേ അത് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ലോക രാജ്യങ്ങളിൽ ടെക്നോളജീസ് ഫോർ എക്സാമ്പിൾ വ്യത്യസ്തമാണെങ്കിൽ ഈ പറയുന്ന ട്രേഡ് അത് വലിയൊരു ഘടകമാണ്. ഇപ്പം നമ്മൾ ടെക്നോളജിയെ കൺസിഡർ ചെയ്യുന്നില്ല. ഈ തിയറിയിൽ ഇറ്റ് ഈസ് അസ്യൂംഡ് ദാറ്റ് ടെക്നോളജീസ് ആർ സെയിം അക്രോസ് ദ കൺട്രീസ്. ഇനി ഈ തിയറിയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കോൺട്രഡിക്ഷനുണ്ട്. ആ കോൺട്രഡിക്ഷൻ്റെ പേരാണ് ലിയോൺഡിഫ് പാരഡോക്സ്. അപ്പം ഈ തിയറിയുമായി ബന്ധപ്പെട്ട് ലോകത്ത് പല പഠനങ്ങൾ നടന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പഠനങ്ങൾ നടത്തിയത് വാലിഡേഷൻ ഓഫ് ദ ഫാക്ടർ എൻഡോമെൻറ്റ് തിയറി. ദ ക്രോസ് ചെക്കിംഗ് ഓഫ് ദ ഫാക്ടർ എൻഡോമെൻറ്റ് തിയറി ഈസ് ഡൺ ബൈ ലിയോൺഡിഫ്. അയാൾ നോബൽ പ്രൈസ് വിന്നർ 1973 ഒരു നോബൽ പ്രൈസ് എക്കണോമിക്സിൽ നോബൽ പ്രൈസ് കിട്ടിയ ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തിയറി എന്ന് പറയുന്നത് US ആണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ക്യാപിറ്റൽ ഉള്ള രാജ്യം. ക്യാപിറ്റൽ അബണ്ടൻ്റ് ആയിട്ടുള്ള രാജ്യം അമേരിക്കയാണ്, ഏറ്റവും കൂടുതൽ ക്യാപിറ്റലുണ്ട്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ US വുഡ് ബി ദ എക്സ്പോർട്ടർ ഓഫ് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ഗുഡ്സ് ആൻഡ് ഇമ്പോർട്ടർ ഓഫ് ലേബർ ഇൻറ്റൻസീവ് ഗുഡ്സ്. അപ്പോൾ അതിൻ്റെ ഈ തിയറി പ്രകാരം ഫാക്ടർ എൻഡോമെൻറ്റ് തിയറി പ്രകാരം ഇതായിരിക്കണം സംഭവിക്കേണ്ടത്. എന്താണ്, അമേരിക്കയാണ് ഏറ്റവും കൂടുതൽ ക്യാപിറ്റൽ ഇൻഡസ്ട്രീവ് ഗുഡ്സ് എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യവും ലേബർ ഇൻറ്റൻസീവ് ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യവും അതായിരിക്കണം. എന്നാൽ
he found that US exports were less capital intensive than US import. അപ്പോൾ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള മേഖലയിൽ നിന്നുള്ള അമേരിക്കയുടെ എക്സ്പോർട്ട് കമ്പാരിറ്റീവ്ലി കുറവാണ്. ഈവൻ ദോ അമേരിക്ക ഈസ് ഹാവിങ് ഹ്യൂജ് ക്യാപിറ്റൽ റിസോഴ്സസ്, ദ എക്സ്പോർട്ട് ഓഫ് ക്യാപിറ്റൽ ഓറിയൻറ്റഡ് ഗുഡ്സ് ആർ കമ്പാരിറ്റീവ്ലി ലെസ്. കാരണം ജപ്പാൻ പോലത്തെ പല രാജ്യങ്ങൾ they are technologically high. Even though they are not having such a capital resources, they are high in technological aspects. അപ്പം ക്യാപിറ്റൽ അബൻഡൻസി അല്ല, ടെക്നോളജിക്കൽ അബൻഡൻസി പോലെയുള്ള കാര്യങ്ങളാണ് അവിടെ പ്രധാന ഫാക്ടറായിട്ട് വരുന്നത്. അപ്പം ഈ ഇതിൽ അമേരിക്ക അങ്ങനെ ഈ തിയറി പ്രകാരമാണെങ്കിൽ അമേരിക്ക ആയിരിക്കണം ഏറ്റവും കൂടുതൽ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ഗുഡ്സ് എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യം, അതേപോലെ തന്നെ ഇമ്പോർട്ടർ ഓഫ് ലേബർ ഇൻറ്റൻസീവ് ഗുഡ്സ്. പക്ഷേ അത് അങ്ങനെ അല്ല എന്നാണ് വന്നിരിക്കുന്നത്. അപ്പം ദ വേരിയൻസ് വിത്ത് ദ പ്രഡിക്ഷൻ, അപ്പം ഈ പറയുന്ന ഈ തിയറിയുടെ ഏറ്റവും വലിയ വ്യത്യാസം, ഏറ്റവും വലിയ വേരിയേഷൻ അതാണ്. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചുകൊണ്ട് വളരെ ഡെപ്തിൽ നടത്തിയ ഒരു സ്റ്റഡിയിൽ ഈ കൺസെപ്റ്റ്, ഈ തിയറി അത് സയൻറ്റിഫിക് അല്ല എന്ന് ഈ ലിയൻ ഡിഫ് എന്ന് പറയുന്ന ആൾ എക്സ്പ്ലെയിൻ ചെയ്തു, പ്രൂവ് ചെയ്തു. അതിന് അദ്ദേഹത്തിന് നോബൽ പ്രൈസും കിട്ടിയിട്ടുണ്ട്. അപ്പം ആ കൺസെപ്റ്റിന് പറയുന്ന പേരാണ് ലിയൻ ഡിഫ് പാരഡോക്സ്. ഓക്കെ, അപ്പം ദിസ് ഈസ് എ ന്യൂ തിയറി. We will discuss the other theories in the coming classes. Thank you.